ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കണ്ണൂർ ഓണം ഫെയർ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടാണേ ഉള്ളത്. കുറേ ദിവസമായിട്ട് ലച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒന്ന് പോയാലോ കാണാൻ വേണ്ടിയിട്ടിന്ന്. അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടീന്. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ്. നമ്മളെല്ലാവരും കൂടി അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന്. പറയത്തക്ക വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ വാട്ടർഫോൾസ് ഉണ്ട് എന്ന് അറിഞ്ഞേരം മുതൽ എൻ്റെ ലച്ചു എത്രയോ ദിവസമായിട്ട് പറയുന്നുണ്ട് ഒന്ന് പോയാലോ എന്ന്. അപ്പോൾ കുട്ടികളെ ആഗ്രഹമല്ലേ, അതൊന്നും സാധിച്ചു കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, കാനഡയിൽ പോയിട്ട് നമുക്ക് ഈ നയാഗ്ര വെള്ളച്ചാട്ടം കാണിച്ചു കൊടുക്കാനൊന്നും ഇപ്പം നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മിനി വേർഷൻ നമ്മളെ കണ്ണൂർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി കാണിക്കണ്ടേ. കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ വന്ന എല്ലാ കുട്ടികളും ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ കണ്ടത്. പൊന്നാപ്പിക്ക് ആദ്യം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വെള്ളം കണ്ടപാട് ഒരു ചെറിയൊരു പേടിയുണ്ടായിന്. പക്ഷേങ്കിൽ എല്ലാ കുട്ടികളെയും ആ വെള്ളത്തിൻ്റെ ആ തണുപ്പും അതെല്ലാം കണ്ടേരം പൊന്നാപ്പി ഓക്കെ ആയി. ഭയങ്കര സന്തോഷമായിരുന്നു. കുട്ടികളെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത്. കുറച്ച് സമയം കുട്ടികളെ സന്തോഷവും അവരുടെ കളിച്ചിരികളെല്ലാം നോക്കി നമ്മൾ കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. പിന്നെ നമ്മൾ നേരെ പോയത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പക്ഷികളുടെ ഒരു സെൻ്ററാണ്. അവിടെ ഒരുപാട് പക്ഷികളുണ്ടായിന് കേട്ടോ. പക്ഷേ എനിക്ക് അവിടുത്തെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയം അവിടെ നിന്നിട്ടില്ല. ഈ സെക്ഷനിൽ തന്നെ പാമ്പിനെല്ലാം നമുക്ക് ചുമലെല്ലാം വെച്ച് തരും കേട്ടോ. പക്ഷേങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് ധൈര്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിനധികം നിന്നില്ല. വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോയെല്ലാം എടുത്ത് കുട്ടികളെ ഊഞ്ഞാലെല്ലാം ആട്ടി അവിടുന്ന് നമ്മൾ വേഗം തന്നെ ഇറങ്ങിയേനെ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഏതാ വാങ്ങണ്ടേ, എന്താ വാങ്ങണ്ടേ, ഏതാ നോക്കണ്ടേന്ന് വരെ തിരിയാത്തൊരവസ്ഥയാണ്. എല്ലാം ഉണ്ട് ഇവിടെ. കുട്ടികളെയും കൂട്ടിയിട്ട് വന്നാൽ എല്ലാം ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കേണ്ടി വരും. അത്രക്കും സൂപ്പറാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും നൊസ്റ്റു അടിച്ച്. നമ്മൾ പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ വാങ്ങുന്ന മിഠായി അല്ലേ, പുളി മിഠായി, അങ്ങനത്തെ ഓരോരോ ഓർമ്മ പുതുക്കുന്ന കുറേ മിഠായികൾ അവിടെ ഉണ്ടായിന്. പിന്നെ വളകൾ, മാലകൾ, വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഒരുപാട് സാധനങ്ങൾ, വിലക്കുറവ് എന്ന് പറയാൻ കഴിയില്ല, എന്നാലും നല്ല അത്യാവശ്യം നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായിന്. മാക്സി, ഈ നൈറ്റി അതെല്ലാം കുറച്ച് വിലക്കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ടേ. ഒരുപാട് കമ്മലുകൾ ഉണ്ടായിന് കേട്ടോ. കമ്മലിൻ്റെ ഒരു മഹാമേള തന്നെയാണ്. ഏതെടുക്കണം എന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല, അത്രയും പാട് കമ്മലെല്ലാം ഉണ്ടായിന്. എല്ലാം കണ്ട് ക്ഷീണിച്ച് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡിൻ്റെത്. അവിടെ എത്തിയാൽ പിന്നെ കുട്ടികൾക്ക് എന്തായാലും വിശക്കുമല്ല. അവിടെ സ്പൈറൽ പൊട്ടറ്റോ കണ്ടപാടന്നെ ലിച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് അതും ഒരെണ്ണം വാങ്ങിക്കൊടുത്തിന് കേട്ടോ. അത് രണ്ടാൾക്കും ഇഷ്ടമാണ്. അങ്ങനെ നേരെ പിന്നെ പുറത്തേക്ക് പോകുന്നത് കുട്ടികളുടെ ലോകത്താണ്. അവിടെ ഒരുപാട് കളിക്കാനുള്ളതുണ്ട് കുട്ടികൾക്ക്. അവിടുന്ന് കുറച്ച് സമയം അത് നോക്കി നിന്നിട്ടേ ഉള്ളൂ. അവിടെ ഒന്നിനും കയറാനൊന്നും നമ്മൾ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അവിടെ ആകാശത്തോട്ടിലും അതെല്ലാം കണ്ടിട്ട് കുറച്ച് സമയം അവിടെ നിന്നു. ലച്ചുവിന് ആകാശത്തോട്ടിൽ കയറണം എന്നുണ്ടായിന്, പക്ഷെ നമ്മൾ കയറിയിട്ടില്ല. എന്താ വെച്ചാൽ കൂടെയുള്ളവരെല്ലാം ഭയങ്കര ധൈര്യശാലികളാണ്. അതുകൊണ്ട് ആരും കയറാൻ നിന്നിട്ടില്ല. അവിടെ പിന്നെ കുറച്ച് ചെടികളെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് ഏത് വേണമെങ്കിലും നോക്കിയെടുക്കാം. അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു വലിയ മഴ കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ചളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള ഉണ്ടായതുകൊണ്ട് അതും നമ്മൾ കാണാമെന്ന് വെച്ചിട്ട് കയറി. അവിടെ കയറിയാൽ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, കാരണം അത് മുതിർന്നവരെ സെക്ഷനാണല്ല. ഒരുപാട് ഖാദി ഐറ്റംസ് ഒരുപാടുണ്ടായിന് കേട്ടോ. നല്ല ഭംഗിയുള്ള സെറ്റ് സാരികൾ ഇഷ്ടം പോലെ ഉണ്ടായിന്.
പറഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് മൺചട്ടികൾ വെക്കുന്ന ഒരു ചെറിയൊരു ഇത് കണ്ടത്. അവിടെ പോയിട്ടാണ് എൻ്റെ അച്ചു കണ്ടുപിടിച്ചത്. അവൾക്ക് ചോറും കറിയും വെച്ച് സ്വന്തമായിട്ട് കറി ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് അവൾക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ മൺപാത്രങ്ങൾ വാങ്ങുന്നുണ്ടതിനെ. അതെല്ലാം വാങ്ങി നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.